ഇടത് അനുകൂല നിലപാടിൽ ഉറച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിച്ചോട്ടെ എന്നും ആ പ്രതിഷേധങ്ങൾ നേരിടുമെന്നും സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കി. കുറച്ച് എനിക്ക് പബ്ലിസിറ്റി കിട്ടുമല്ലോ, ഒറ്റപ്പെട്ട സംഭവമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ കുത്തി എടുത്ത് അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ചോദിക്കരുത്. ഞാൻ മറ്റാരും ആക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എന്തിനാ വെറുതെ പ്രതിഷേധങ്ങൾ വന്നോട്ടെ, ഏത് പ്രതിഷേധം ഞങ്ങൾ നേരിട്ടോളാം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വ്യക്തമാണ്, സുചിന്തിതമാണ്, അതല്ലാതെ പെട്ടെന്ന് ഒരാവേശത്തിന് പറഞ്ഞതല്ല ജി സുകുമാരൻ നായർ. NSS പ്രതിനിധി സഭായോഗത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഒരുപക്ഷെ സമീപകാല രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകളാണ്. ആ NSS എടുത്ത നിലപാട് കൃത്യമായി സർക്കാരിനൊപ്പം നിൽക്കുക, LDF-നൊപ്പം നിൽക്കുക എന്നത് വളരെ ചിന്തിച്ചെടുത്ത നിലപാടാണെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത്? തീർച്ചയായും കഴിഞ്ഞ കുറേ കാലമായി എടുത്തതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിലപാട്, ഉറച്ച നിലപാട്, സ്ട്രോങ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നുള്ളതാണ്. തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. NSSന്റെ രാഷ്ട്രീയ നിലപാടാണ് ഇത് എന്നുള്ളതാണ്. അദ്ദേഹം മറ്റ് നടക്കുന്ന ഈ ഫ്ലെക്സ് ബോർഡ് പ്രതിഷേധങ്ങളോടൊക്കെ ഒരു പരിഹാസത്തോടെ കാണുന്നു. എനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ കുത്തി ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, തങ്ങളുടെ നിലപാട് ഉറച്ചതാണ്, അത് ഞങ്ങൾ നേരിട്ടോളാം, ഞാൻ നേരിട്ടോളാം എന്നുള്ളതല്ല, ഞങ്ങൾ നേരിട്ടോളാം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി തങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ യോഗത്തിൽ മറ്റ് ചർച്ചകളൊന്നുമില്ല, ഈ സപ്ലിമെന്ററി ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്നു. NSS ജനറൽ സെക്രട്ടറി സാധാരണഗതിയിൽ ഈ നിലയിൽ തന്നെയാണ് പല വിഷയത്തിലും കടുത്ത നിലപാടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇന്നും തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതുവരെ ഒരുപക്ഷെ സർക്കാരിനെ എതിർത്താണ് ഈ നിലയിൽ സംസാരിച്ചിരുന്നതെങ്കിൽ ഇത് സർക്കാരിന് അനുകൂലമായി ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു, ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫലത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരുപക്ഷെ പല വിഷയങ്ങളിലും പലരെയും അനുകൂലിച്ച് സംസാരിക്കുന്ന നിലപാട് NSS കാലങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. ചില സർക്കാരുകൾ ഇപ്പോൾ സാമ്പത്തിക സംവരണത്തിൽ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ട്, അത് നടപ്പാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ ചില പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എതിർപ്പുകൾ കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസിനും BJPക്കും എതിരെയാണ്. BJPക്കെതിരെയുള്ളതിൽ സ്വാഭാവിക ഒരു പ്രതികരണം എന്നുള്ളത്, അതായത് കേന്ദ്ര സർക്കാർ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിയമനിർമ്മാണം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് നടപ്പാക്കിയില്ല എന്നുള്ളത് ഒരു സർക്കാരിനെതിരായ വിമർശനമായി കാണാം. പക്ഷേ ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശനം ഉണ്ടായത് അത് കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്നാണ് ജി സുകുമാരൻ നായർ തുറന്നു പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രസ്താവന എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സമീപകാലത്തായി പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നു. പരസ്യ ബന്ധമുണ്ട് എന്ന് VD സതീശൻ തുറന്നു പറയുന്നു. VD സതീശനും NSSും തമ്മിലുള്ള അകൽച്ച നമ്മൾക്ക് വ്യക്തമാണ്. രാഷ്ട്രീയം അവിടെ വരെ നീണ്ടുപോകുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും അതിനിപ്പുറത്തേക്ക് സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷം സഭകൾ നടത്തുന്ന ചില പരസ്യ പ്രതികരണങ്ങൾ, BJPയോടൊക്കെ ഒരല്പം ചേർന്ന് നിന്ന് ഇടയ്ക്കൊക്കെ പ്രതികരണങ്ങൾ നടത്തിയിരുന്ന സഭകൾ ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസ്സായി അതിനുവേണ്ടി സംസാരിക്കുന്നു. കേരള കോൺഗ്രസുകളെ ഒന്നിക്കണം എന്ന അഭിപ്രായം പറയുന്നു. നാളത്തെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളവർ അങ്ങനെ വേണമെന്ന് ഈ ചങ്ങനാശ്ശേരിയിൽ നിന്നുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷൻ പറയുന്നു. ഇതൊക്കെയാണ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഭാഗത്ത് നിന്ന് സമീപകാലത്തുണ്ടായ അതിലെ നേതാക്കളുടെ പ്രതികരണങ്ങൾ. അതിനോട് കോൺഗ്രസ് എടുത്ത സമീപനങ്ങൾ, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ എടുത്ത സമീപനം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വേണം സുകുമാരൻ നായരുടെ പ്രസ്താവന ഇപ്പോൾ എന്തായാലും വ്യാഖ്യാനിക്കാൻ. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. താനൊരു പൊളിറ്റിക്കൽ പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ കൂടുതൽ വിമർശനങ്ങളൊന്നും സുകുമാരൻ നായർക്കെതിരെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. നോക്കൂ, 6000 കരയോഗങ്ങൾ ഏതാണ്ട് കേരളത്തിലുണ്ട് NSSന്. അവിടെ വളരെ ചുരുക്കം ഒരു 10-ൽ താഴെ കരയോഗങ്ങളിൽ മാത്രമാണ് ഇനി ഇത്തരത്തിലുള്ള ചില ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ വന്നതിന് പിന്നിൽ ആര് എന്ന് കൃത്യമായി അതിൻ്റെ ചിത്രങ്ങളൊന്നും തന്നെ അങ്ങനെ ആ നിലയിൽ വന്നിട്ടുമില്ല. ചില കണയന്നൂർ താലൂക്ക്
കണയന്നൂരിലെ കലായോഗം പ്രതിഷേധിക്കും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു താലൂക്ക് യൂണിയനൊന്നും അങ്ങനെ പ്രതിഷേധിക്കുകയോ രാജിവെക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. NSSന്റെ ഒരു സംഘടനാ രീതി അത് തന്നെയാണ്. ജനറൽ സെക്രട്ടറി എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി അത്തരമൊന്നും സാധാരണ യോഗത്തിൽ ഉണ്ടാകാറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി യോഗത്തിലൊക്കെ ഉണ്ടാകുന്ന ശൈലിയിലൊന്നുമല്ല. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുകയാണെങ്കിൽ അത് അത്ഭുതകരം എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ ഇല്ലാത്തതാണ്. അതിലേക്കൊക്കെ പോകാൻ ഉള്ള സാധ്യതയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. അങ്ങനെ മറ്റു ചർച്ചകളൊന്നും ഇല്ല എന്ന് തന്നെ പറയുന്നു. ആ വിഷയത്തിൽ NSS നിലപാടെടുത്തു, അത് അവിടെ കഴിഞ്ഞു. ആ നിലപാട് അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് തങ്ങൾക്കെതിരായ വിമർശനങ്ങളെ അദ്ദേഹം പരിഹാസത്തോടെ നേരിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. എന്തായാലും സർക്കാരിന് വലിയ നേട്ടമാകുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന. തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കാനിരിക്കെ കോൺഗ്രസിന് കൂടുതൽ വെല്ലുവിളിയാകുന്നു എന്നുകൂടി പറയണം. BJPക്കും ഇത് സംബന്ധിച്ചുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഒരല്പം കടുത്തതാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. ശ്രീജ, ശരിയാണ് ശ്രീജിത്ത്. ഇന്ന് കോൺഗ്രസ് അങ്ങനെ ഒരു അവിടെ വിശദീകരണ യോഗം നടത്തുന്നത് സത്യത്തിൽ നിലപാട് NSSനോട് വിശദീകരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഓരോ അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ജി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത്, മറ്റാരും പറയുന്നതിനേക്കാൾ വ്യക്തമായി തന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ നിലപാട് പറഞ്ഞു. അതായത് ഇക്കാര്യത്തിൽ വളരെ ചിന്തിച്ചെടുത്ത നിലപാടാണ് NSS പറഞ്ഞത്. സുകുമാരൻ നായർ പറഞ്ഞത് LDFനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നത്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു നിലപാട് മാറ്റത്തിൽ? 9 വർഷമായി തുടരുന്ന പിണക്കമാണ് അദ്ദേഹം മാറ്റിയത്. ആ പിണക്കം മാറ്റാൻ എന്തെങ്കിലും വളരെ പെട്ടെന്ന് നടന്നതായി നമുക്കറിയില്ല. സ്ത്രീ പ്രവേശന വിഷയത്തിൽ LDF യുവതീ പ്രവേശന കാര്യത്തിൽ സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല, കേസുകൾ പിൻവലിച്ചിട്ടില്ല. അങ്ങനെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെയൊരു നിലപാട് മാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെ സർക്കാരിനെയും LDFനെയും ചേർത്ത് പിടിക്കാൻ സുകുമാരൻ നായർ ഒരുങ്ങുന്നതിന്റെ പിന്നിൽ എന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? സുകുമാരൻ നായരും സർക്കാരും തമ്മിൽ എന്തോ ബിഹൈൻഡ് ദ കർട്ടൻ, അണ്ടർ ദ ടേബിൾ ഇടപാട് നടക്കുന്നുണ്ട്. അത് സുകുമാരൻ നായർക്ക് വ്യക്തിപരമായിട്ട് ഗുണമുള്ള എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ഒരു ലളിത യുക്തിയാണത്, അത്രേ ഉള്ളൂ. പിന്നെ സുകുമാരൻ നായർക്ക് നന്നായിട്ടറിയാം NSSന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട്, അതായത് ജനറൽ സെക്രട്ടറി ഒരു തീരുമാനം എടുത്താൽ അതിനിപ്പോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരയോഗങ്ങളും കരയോഗത്തിന്റെ ആൾക്കാരും ഒക്കെ രഹസ്യമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പിന്തുണച്ചേ പറ്റൂ, മിണ്ടാതിരുന്നേ പറ്റൂ. അതാണ് NSSന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നല്ല വ്യക്തമായിട്ട് സുകുമാരൻ നായർക്ക് അറിയുകയും ചെയ്യാം. ഏതെങ്കിലും ഒരുത്തൻ ഒരു പുരിക വിളക്കി കഴിഞ്ഞാൽ അവനെ പിടിച്ചു പുറത്താക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ, അതിന്റെ സംഭവം അത്രേ ഉള്ളൂ. അത് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് സുകുമാരൻ നായർക്ക് ഈ പറഞ്ഞ പോലെ തന്റെ സ്വന്തം പേഴ്സണൽ അജണ്ടയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇതെല്ലാവർക്കും ചങ്ങനാശ്ശേരിയിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് കഴിയുന്നത് കൊണ്ടാണത്. ശരിയാണ്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ്, ഏതവനാടാ ചോദിക്കാൻ എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് സുകുമാരൻ നായരുടേത്. അത് തന്നെയാണ് കാണുന്നത്. വളരെ വളരെ സിമ്പിളാണത്. അത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. കോൺഗ്രസിനെ പറ്റി അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കള്ളക്കളിയാണ് നടത്തുന്നത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ട്, കോൺഗ്രസിന്റെ കാര്യത്തിൽ കള്ളക്കളി. രണ്ടാമത്തേത് BJPയെ പറ്റിയാണ് വിമർശനം. പലതും ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ സംരക്ഷിക്കാൻ ഭക്തരുടെ സംരക്ഷണത്തിന് നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതുവരെയായും ഒന്നും ചെയ്തില്ല. അപ്പോൾ തമ്മിൽ ഭേദം. ഇവര് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ്. ഇപ്പുറത്ത് LDFനെ നമ്മൾ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ LDFുമായിട്ട് എന്തോ ഡീൽ ഉണ്ടാക്കി എന്നതിനൊക്കെ അപ്പുറത്ത് സുകുമാരൻ നായരെ സംബന്ധിച്ച് NSSനെ സംബന്ധിച്ച് മറുവശത്ത് എന്താണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലെന്നേ, ഇത് പറഞ്ഞല്ലോ കാര്യം. ഇവിടെ ഞാനിപ്പോ ഇവിടെ ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയോ അതിന്റെ താല്പര്യങ്ങളോ അവിടുത്തെ ആചാരങ്ങളോ സംരക്ഷണമോ ഇതൊന്നുമല്ല വിഷയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ അജണ്ടകൾക്ക് വേണ്ടി അത് NSSനൊരു വിഷയമായിരുന്നില്ലേ ശ്രീ ഷാബു പ്രസാദ്? നമ്മൾ 2018 പെരുന്നയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന വിഷ്വൽസ് ഒന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. NSSന് അതൊരു വിഷയമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, ആ സമയത്തെ ജനവികാരം, ആ സമയത്ത് അയ്യപ്പൻ എന്ന് പറയുന്നതും ശബരിമല എന്ന് പറയുന്നതും വലിയൊരു വികാരമാണ്. ആ വികാരത്തിനോടൊപ്പം നിന്ന് പരമാവധി ഗുണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ NSSന്റെ ലക്ഷ്യം. അത് അവരത് വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്.
അവരതിന്റെ കൂടെ നിന്നിട്ടുണ്ട്, അതിന്റെ ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മളൊന്നും നിഷേധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇവിടെ ഇദ്ദേഹം എന്താ പറഞ്ഞത്, LDF-നെ മാത്രമേ വിശ്വാസമുള്ളൂ, LDF മാത്രമേ എന്തെങ്കിലും. അതെ, LDF മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ചെയ്തിട്ടുള്ളതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേരളത്തില്. 50-100 കേസുകളുമായിട്ട് ഇങ്ങനെ കോടതി കയറി ഇറങ്ങി നടക്കുന്നവര് അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവര് LDF ഇതിന്റെ സത്യവാദ നിലപാട് തിരുത്തിയിട്ടില്ല. ഇന്നലെ ഒരു LDF-ന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമല്ല. അതായത് അവരിപ്പോഴും അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. എന്നിട്ടും ഈ സുകുമാരൻ നായർ ഇങ്ങനെ പറയുന്നുവെങ്കിൽ, ആ നിലപാടെടുക്കുന്നുവെങ്കിൽ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. വ്യക്തിപരമായ ഗുണമുണ്ടാകുന്ന കാര്യം മാത്രമാണ്. ഇത് നമുക്ക് എത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണെന്ന്. ഇത് BJP ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു, സംഘപരിവാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. ഈ നാടിനുള്ള ഈ കേരളം മുഴുവനും കോടതി കയറി ഇറങ്ങി നടക്കുന്നവരാരാണ്? കെ സുരേന്ദ്രന്റെ പേരിൽ 700 കേസാണ്, അറിയുമോ? 700 കേസ്. അവിടെ ജീവിതകാലമല്ല, അയാളുടെ 4 തലമുറ കോടതി നടക്കാവുന്ന മാത്രം കേസുണ്ട് സുരേന്ദ്രന്റെ പേരില്. എന്താണ് അതിന്റെ LDF-ന്റെ നിലപാട്? അതിന്റെ അകത്ത് എന്താണ് NSS-ന്റെ നിലപാട്? NSS-ന്റെ നിലപാടല്ല, സുകുമാരൻ നായരുടെ നിലപാട്. സുകുമാരൻ നായരുടെ ഒരു രീതി അനുസരിച്ച് എന്താണ്, NSS എന്ന് പറഞ്ഞാൽ ഞാനാണ്. അങ്ങനെ ഒരു പ്രതിഷേധം, ഇപ്പൊ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു പ്രതിഷേധം അവിടെ എവിടെയായി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന വാചകം ശ്രദ്ധിക്കണം. പ്രതിഷേധം ഉണ്ടായാൽ അത് നേരിടാൻ ഞങ്ങൾക്കറിയാം, എനിക്കറിയാമെന്നല്ല, ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത്ര ആത്മവിശ്വാസം ഉണ്ട്, NSS കൂടെ നിൽക്കും അദ്ദേഹം എടുക്കുന്ന ഈ നിലപാടിൽ. നോക്കൂ, NSS-ന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ നിലപാടെന്ന്, അതാണ് NSS-ന്റെ നിലപാട്.